ആയുർവേദ ചികിത്സാ രംഗത്തെ അതുല്യ പ്രതിഭയായിരുന്ന ഡോക്ടർ PKK ഹുറൈക്കുട്ടിയുടെ രണ്ടാം അനുസ്മരണ സമ്മേളനവും സൗജന്യ ആയുർവേദ മെഗാ മെഡിക്കൽ ക്യാമ്പും കൂടല്ലൂരിൽ നടന്നു. കൂടല്ലൂർ തീത്തുമ്മു ഉമ്മ മെമ്മോറിയൽ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ അങ്കണത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഹുറൈൻകുട്ടിയെ പ്രശസ്തനാക്കിയത് അദ്ദേഹത്തെ ജോലിയോടുള്ള പ്രതിബദ്ധതയും ആത്മസമർപ്പണമാണെന്ന് മന്ത്രി പറഞ്ഞു. ഡോക്ടർ ഹുറൈൻകുട്ടിക്ക് അനുയോജ്യമായ സ്മാരകം നിർമ്മിക്കണമെന്ന ആവശ്യം കൂട്ടമായി ആലോചിച്ച് തീരുമാനമെടുക്കാമെന്ന് മന്ത്രി MB രാജേഷ് പറഞ്ഞു. മുൻ MLA PT ബൽറാം ആശുപത്രിയുടെ പുതിയ ലോഗോ പ്രകാശനം ചെയ്തു. കൂടല്ലൂരിന്റെ പുറം ലോകത്തേക്കുള്ള 2 മേൽവിലാസങ്ങളായിരുന്നു MTയും ഡോക്ടർ ഹുറൈൻകുട്ടിയും എന്ന് അദ്ദേഹം പറഞ്ഞു. അനുസ്മരണ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന മെഗാ മെഡിക്കൽ ക്യാമ്പ് P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. ആനക്കര പഞ്ചായത്ത് പ്രസിഡന്റ് K മുഹമ്മദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ MLA VK ചന്ദ്രൻ, PM അനീസ്, T സ്വാലിഹ്, യൂസഫ് കാരക്കാട് എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. അനുസ്മരണത്തോടനുബന്ധിച്ച് ആശുപത്രി അങ്കണത്തിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തി. സൗജന്യ മരുന്ന് വിതരണവും ഉണ്ടായി. ചടങ്ങിൽ തദ്ദേശ ജനപ്രതിനിധികൾ, പൗരപ്രമുഖർ, സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ വ്യക്തിത്വങ്ങൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. സ്വാഗത സംഘം ചെയർമാൻ KS മുരളി സ്വാഗതവും ഡോക്ടർ ഷിയാസ് ഹുറൈൻകുട്ടി നന്ദിയും പറഞ്ഞു. ഏതാനും വർഷത്തെ ഉറ്റബന്ധമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം പലർക്കും ചികിത്സ നടത്തിയിട്ടുണ്ട്, മരുന്ന് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാനും അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്കും മരുന്നിനും വിധേയനായ ഒരാളാണ്. സൈനസൈറ്റിസ്, വിട്ടുമാറാത്ത സൈനസൈറ്റിസിനുള്ള മരുന്ന് അദ്ദേഹം തന്നതും അത് വലിയ ആശ്വാസം പകർന്നതും ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മിക്കുകയാണ്. അതിനുശേഷവും പിന്നീട് ഷിയാസും റിയാസും അവരുടെ കയ്യിൽ നിന്ന് ആവശ്യം വന്നപ്പോഴൊക്കെ മരുന്ന് വാങ്ങിയിട്ടുണ്ട്. ഡോക്ടറുടെ ഒരു കരുതലോ കരസ്പർശമോ ഒക്കെ ഏൽക്കാത്തവരായിട്ട് നമ്മുടെ നാട്ടിൽ ആരും ഉണ്ടാവില്ല. ഏതെങ്കിലും നിലയിൽ അദ്ദേഹം അതിപ്രശസ്തനായ വളരെ തിരക്കുള്ള ഡോക്ടറായിരുന്നു, ബിഷഗ്വരനായിരുന്നു. അദ്ദേഹത്തെ ഇത്രമേൽ തിരക്കുള്ളയാളാക്കി പ്രശസ്തനാക്കി മാറ്റിയത് അദ്ദേഹത്തിൻ്റെ ജോലിയോടുള്ള ആത്മസമർപ്പണമാണ്.